നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഉപേക്ഷിക്കപ്പെട്ട പഴയ ആഡംബര കാർ ഉടമയെയും കാത്ത് പെരുവഴിയിൽ. ആഡംബര തികവിൽ തിളങ്ങിയിരുന്ന ബെൻസ് കാറാണ് ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിൽ നാശത്തിന്റെ വക്കിലായത്. നിയുക്ത MLA കെ രാജന് സ്വീകരണമൊരുക്കി ഒല്ലൂർ പ്രസ് ക്ലബ്ബ്. മൂന്നാം തവണയും മണ്ഡലത്തിൽ വിജയിച്ച കെ രാജനെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രസ് ക്ലബ്ബ് നൽകിയത്. അമ്മാടം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 1999-2000 വർഷത്തെ SSLC ബാച്ചിന്റെ പുനഃസമാഗമം നടന്നു. വിവിധ രംഗങ്ങളിൽ ഉന്നത പദവിയിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വാർത്തകൾ വിശദമായി. ഉപേക്ഷിക്കപ്പെട്ട പഴയ ആഡംബര കാർ ഉടമയെയും കാത്ത് പെരുവഴിയിൽ. ആഡംബര തികവിൽ തിളങ്ങിയിരുന്ന ബെൻസ് കാറാണ് ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിൽ നാശത്തിന്റെ വക്കിലായത്. പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് സമീപം സംസ്ഥാന പാതയോരത്താണ് പഴയ ബെൻസ് കാർ അനാഥമായി കിടക്കുന്നത്. KL 05806586 എന്ന കൊല്ലം രജിസ്ട്രേഷൻ നമ്പറിലുള്ള വെള്ള ബെൻസ് കാറാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായത്. ഒരു വർഷം മുൻപാണ് പെരുമ്പിളിശ്ശേരിയിലെ പെട്രോൾ പമ്പിന് സമീപം റോഡരികിൽ ബെൻസ് കാർ ഉപേക്ഷിച്ച ഉടമ കടന്നുകളഞ്ഞത്. വാഹന യാത്രികർക്ക് സഹായമായുള്ള മാർഗനിർദ്ദേശ ബോർഡിനും വൈദ്യുതി ട്രാൻസ്ഫോമറിനും സ്വകാര്യ ബാങ്കിന് മുന്നിലാണ് കാർ അനാഥമായി കിടക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞതോടെയാണ് പഴയ ആഡംബര കാർ ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. അനാഥമായി കിടന്നെങ്കിലും ആഡംബര കാറിന്റെ തിളക്കം വഴി യാത്രക്കാരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു. ദിവസം പിന്നിടും തോറും അടുത്ത ദിവസം ബെൻസ് കാറിനായി ഉടമ തിരിച്ചെത്തുമെന്നായിരുന്നു നാട്ടുകാർ കരുതിയത്. കാർ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട് ഇതിനകം ഒരു വർഷം പിന്നിട്ടിട്ടും വാഹനത്തിന്റെ ഉടമ ആരാണെന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഉപേക്ഷിക്കപ്പെട്ട ബെൻസ് കാറിന്റെ ഉടമ ആരാണ്, എന്തുകൊണ്ടാണ് ഇത്തരമൊരു കാർ ഉപേക്ഷിച്ചത് എന്നുള്ള ചോദ്യങ്ങളിൽ ഇനിയും വ്യക്തത കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ പെരുമ്പിളിശ്ശേരിയിൽ സംസ്ഥാന പാതയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട ബെൻസ് കാറിനെ കുറിച്ചുള്ള വിവരം ഇന്നും അജ്ഞാതമാണ്. മോഷ്ടിക്കപ്പെട്ട വാഹനമാണോ ഇതെന്ന സംശയവും നിലനിൽക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വെയിലും മഴയുമേറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്ന ബെൻസ് കാർ മറ്റു വാഹന യാത്രികർക്ക് അപകടാവസ്ഥയും സൃഷ്ടിക്കുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. ഇതിനിടെ അപകടാവസ്ഥയിൽ കിടക്കുന്ന കാറിന്റെ പല ഭാഗങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളും പോസ്റ്ററുകളും പതിക്കാനുള്ള ഇടമായി മാറി. റോഡരികിൽ ബെൻസ് കാർ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ഉടമ ഇനിയെങ്കിലും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം വ്യക്തമായതിനാൽ ഉടമ ആരാണെന്ന് കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പോലീസും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിരിക്കുകയാണ്. ഉടമയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ബെൻസ് കാർ സംസ്ഥാന പാതയോരത്ത് നിന്ന് നീക്കം ചെയ്ത് അപകടാവസ്ഥ ഒഴിവാക്കാനെങ്കിലും അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. നിയുക്ത MLA കെ രാജന് സ്വീകരണമൊരുക്കി ഒല്ലൂർ പ്രസ് ക്ലബ്ബ്. മൂന്നാം തവണയും മണ്ഡലത്തിൽ വിജയിച്ച കെ രാജനെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രസ് ക്ലബ്ബ് നൽകിയത്. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിയുക്ത MLA കെ രാജന് ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് സുനാമിയിൽ ഇടതുമുന്നണി 35 ചുരുങ്ങിയിട്ടും അതിൽ ഒരു മണ്ഡലമായി ഒല്ലൂർ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഇവിടുത്തെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. ഇത്ര വലിയ സുനാമി ഉണ്ടായി 35 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുരുങ്ങിയിട്ടും അതിൽ ഒരു മണ്ഡലമാകാൻ ഒല്ലൂരിന് അവസരമുണ്ടായത് തീർച്ചയായിട്ടും ഒല്ലൂരിലെ ജനങ്ങളോട് പറഞ്ഞാൽ തീരാത്ത കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന ചുമതല നിർവഹിക്കാൻ കൂടുതൽ സന്നദ്ധമായി രംഗപ്രവേശനം ചെയ്യുകയാണ്. തിരഞ്ഞെടുപ്പ് എന്നും ഒരു സമരമായാണ് താൻ കാണുന്നത്. തിരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ ആരോപണങ്ങൾ പരമാവധി ശ്രദ്ധയോടുകൂടി നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലും നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും എതിർ സ്ഥാനാർത്ഥിയെ ചെറുതായി കാണാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ താൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സമരം തന്നെയായിട്ട് കാണുന്നയാളാണ് ഞാൻ. തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ പരമാവധി
ശ്രദ്ധയോടുകൂടി നടത്തേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും, ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞു പോയ 3 തെരഞ്ഞെടുപ്പുകളിലും നിരവധികളായ വിഷയം ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു എതിർ സ്ഥാനാർത്ഥിയെ ചെറുതായി കാണാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഒരിക്കലും ഞാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകുന്നത് പൊതുവിൽ ഗുണകരമായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല രാഷ്ട്രീയം ഉന്നയിക്കപ്പെടുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത വിധത്തിൽ വ്യക്തിപരമായി ഒരിക്കലും ശരിയല്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഞാനതിനോടൊന്നും തെറ്റായ വിധത്തിലോ ആവേശകരമായ വിധത്തിലോ ഒരു പ്രതികരണവും നടത്തിയില്ല. ഇനിയും നടത്തണം എന്നാലോചിക്കുന്നില്ല. എന്നാൽ ഇതുവരെ കാണാത്ത വിധം ഒരിക്കലും ശരിയല്ലെന്ന് ബോധ്യമുണ്ടായിട്ടും തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു. ഒരു ശുപാർശ കത്തിന്റെയും ആടയാഭരണങ്ങളില്ലാതെ 24 മണിക്കൂറും തന്നെ ആർക്കും സമീപിക്കാമെന്നും നിയുക്ത MLA കെ രാജൻ പറഞ്ഞു. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ചെറിയ കാലത്തിനിടയിലെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആരോപണത്തിന് വിധേയമായാൽ ഒരു മിനിറ്റ് പോലും പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഉത്തരവാദിത്തം കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഞാനിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എനിക്കെതിരായി മത്സരിച്ചവരും എനിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തിയവരും എനിക്കെതിരായി പ്രചരണം നടത്തിയവരും നോട്ടയ്ക്ക് കുത്തിയവരും വോട്ട് ചെയ്യാൻ വരാത്തവരും ഒക്കെ ബാക്കിയുണ്ട്. പക്ഷെ ഞാൻ അവരുടെ കൂടി MLA ആണ്. നാളെ അവർക്കും ഏതാവശ്യത്തിനും എന്നെ സമീപിക്കാം. ഒരു ശുപാർശക്കത്തും വേണ്ടി വരില്ല. ഏതെങ്കിലും ശുപാർശക്കത്തിൻ്റെ ആടയാഭരണങ്ങളില്ലാതെ 24 മണിക്കൂറും ഒരാൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം കേക്ക് മുറിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി KR ഔസേബ്, ജാക്സൺ ജോസ്, മേജർ ജോണി എന്നിവർ സംസാരിച്ചു. അമ്മാണം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 1999-2000 വർഷത്തെ SSLC ബാച്ചിന്റെ പുനഃസമാഗമം നടന്നു. വിവിധ രംഗങ്ങളിൽ ഉന്നത പദവിയിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മാതൃവിദ്യാലയത്തിൽ നടന്ന പുനഃസമാഗമ ചടങ്ങ് പ്രധാന അധ്യാപകൻ ജോഷി ഉദ്ഘാടനം ചെയ്തു. CM ജോജോ അധ്യക്ഷനായി. വിവിധ രംഗങ്ങളിൽ ഉന്നത പദവികളിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ഷോൺ പോൾ, ഡോക്ടർ CV നന്ദിനി, പോലീസ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, പാർലാം ഗ്രാമപഞ്ചായത്ത് മെമ്പർ റോസ്മേരി ആപീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രോഗ്രാം സെക്രട്ടറി AP ലിജീഷ്, ഫ്രാങ്കോ ഫ്രാൻസിസ്, എൻസൺ ആന്റണി, സാജൻ ഫ്രാൻസിസ്, റോബി ഡേവിസ്, എക്സിക്യൂട്ടീവ് അംഗം ജിറ്റോ ജോസ് എന്നിവർ സംസാരിച്ചു. സ്വപ്ന വീടുകളുടെ അകത്തളങ്ങൾക്ക് ചാരുത പകരാൻ ചൊവ്വൂരിൽ സെന്റ് ആന്റണീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. ചൊവ്വൂർ സെന്റ് ആന്റണീസ് ടിംബർ ഡിപ്പോയുടെ പുതിയ സംരംഭമാണ് സെന്റ് ആന്റണീസ് ഇന്റീരിയർ സൊല്യൂഷൻസ്. സ്വപ്ന വീടുകളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ മുഴുവൻ ഇന്റീരിയർ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നതാണ് സെന്റ് ആന്റണീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് എന്ന പുതിയ സ്ഥാപനം. ചൊവ്വൂരിന്റെ ഹൃദയഭാഗത്തായി എക്സൈസ് റേഞ്ച് ഓഫീസിന് എതിർവശത്താണ് സെന്റ് ആന്റണീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് പ്രവർത്തിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ലോഗോ ലോഞ്ചിങ്ങും അദ്ദേഹം നിർവഹിച്ചു. അന്തോണി ചേട്ടനായിട്ട് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് അന്തോണി ചേട്ടനായിട്ടുള്ള ബന്ധം അന്തോണി ചേട്ടനെ ചൊവ്വൂരിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അന്തോണി ചേട്ടൻ തുടങ്ങി വെച്ച, അന്തോണി ചേട്ടൻ്റെ കൂടെ പ്രാൻ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു, പ്രാൻ ചേട്ടൻ അന്തോണി ചേട്ടനൊക്കെ തുടങ്ങി വെച്ച സ്ഥാപനം ഇന്ന് ടിമ്പർ കമ്പനികൾക്ക് അപ്പുറമായിട്ട് മറ്റൊരു മേഖലയിലേക്ക് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയലും ഇന്റീരിയർ മെറ്റീരിയലും അല്ലെങ്കിൽ വീടിന് ആവശ്യമായുള്ള എല്ലാ നൂതന സാധനങ്ങളും വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് സാധിച്ചു. അത് അവരുടെ പിൻതലമുറ, അതായത് ബൈജു ചേട്ടൻ്റെ മകൻ, അന്തോണി ചേട്ടൻ്റെ മകൻ ബൈജുവും ഫ്രാൻസിസ് ചേട്ടൻ്റെ മകൻ ബിബിനും ബിജോയും
ബാബു ചേട്ടനൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട്, സാധാരണ പാർട്ട്ണർഷിപ്പിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരു 5-6 വർഷം കഴിഞ്ഞ് തെറ്റിപ്പിരിയാണ് ചെയ്യുക. പക്ഷെ കഴിഞ്ഞ 30-32 വർഷക്കാലമായിട്ട് അവരൊരുമിച്ച് ഇന്നും അവരുടെ ജൈത്രയാത്ര തുടങ്ങുന്നു. അവർ അതിയായി സന്തോഷമുണ്ട്. അന്തോണി ചേട്ടനും ഫ്രാൻസിസ് ചേട്ടനും നട്ടുവളർത്തിയ സ്ഥാപനം ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. ടെലിവിഷൻ അവതാരകനും തിരക്കഥാകൃത്തുമായ മുഖ്യാതിഥി ഹരി പി നായർ ആദ്യ വിൽപ്പന നടത്തി. എനിക്ക് ഉറപ്പുണ്ട് ഈ സ്ഥാപനത്തിന് ഒരുപാടധികം വിജയകരമായി മുന്നോട്ട് പോകുവാൻ ഇതിൻ്റെ പരസ്യ പരിപാടികളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ സപ്പോർട്ടിംഗ് ആകുന്നൊരു സിസ്റ്റം വർഷങ്ങളായി സെൻറ്റ് ആൻ്റണീസ് എന്ന ആ ഒരു ബ്രാൻഡ് നെയിമിൽ ഇപ്പോഴത്തെ ഇൻറ്റീരിയർ സൊല്യൂഷനിൽ വരെ എത്തി നിൽക്കുന്ന ഈ ശ്രമങ്ങളിൽ കാലങ്ങളായി സത്യസന്ധമായിട്ടും ജെന്യുവിനായിട്ടും നടത്തിയിട്ടുള്ള നല്ല സേവനങ്ങൾ ജനങ്ങൾക്ക് അത്രയും സത്യസന്ധമായിട്ടും ജെന്യുവിനായിട്ടും ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് പ്രശസ്ത കോൺട്രാക്ടർ ഫ്രാൻസിസ് മുത്തിപ്പീടിക പ്രകാശനം ചെയ്തു. സെന്റ് ആന്റണീസ് ടിംബർ ഡിപ്പോ മാനേജിംഗ് പാർട്ണർ ബാബു ജോൺ, സെന്റ് ആന്റണീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ണർ ബൈജു ആന്റണി, മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൊവ്വൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷോബി ഫ്രാൻസിസ്, സാജ് ടിംബേഴ്സ് ഉടമ കുമാരൻ, ഷവലിയർ ബിജു കുണ്ടുകുളം, ജോസഫ് പെരുമ്പിള്ളി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസ നേർന്നു. സെന്റ് ആന്റണീസ് ടിംബർ ഡിപ്പോ എന്ന സ്ഥാപനം തടി വ്യാപാരത്തിൽ 30 വർഷത്തെ പരിചയ സമ്പന്നതയുമായാണ് സെന്റ് ആന്റണീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് എന്ന പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കിച്ചൺ കബോർഡ്സ് ആൻഡ് വാർഡ്രോബ് ഫിറ്റിംഗ്സ്, പ്ലൈവുഡ് വെനീർ, മൈക്ക, HDHMR, MDF ലാമിനേഷൻ ബോർഡ്സ്, ഡോർസ് ആൻഡ് ഫിറ്റിംഗ്സ്, വുഡ്, പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്, PVC ഫോം ബോർഡ്സ് തുടങ്ങി വീടുകളുടെ മുഴുവൻ ഇന്റീരിയർ സാധനങ്ങളുടെയും ശേഖരമാണ് ചൊവ്വൂരിലെ സെന്റ് ആന്റണീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് എന്ന പുതിയ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി രാമപുരം ശ്രീ രാമഹനുമാൻ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കമായി. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 17-ന് സമാപിക്കും. കൃഷ്ണവിഗ്രഹ പ്രതിഷ്ഠയോടെയാണ് യജ്ഞത്തിന് തുടക്കമായത്. ഞായറാഴ്ച പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച കൃഷ്ണവിഗ്രഹവുമായി ഘോഷയാത്ര പുറപ്പെട്ടു. തുടർന്ന് ഘോഷയാത്ര രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ സമാപിച്ചു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരി കൃഷ്ണവിഗ്രഹം ഏറ്റുവാങ്ങി പ്രതിഷ്ഠിച്ചു. മുഖ്യാതിഥിയായ KB വാസുദേവൻ നമ്പൂതിരിപ്പാട് യജ്ഞമണ്ഡപത്തിൽ ഭദ്രദീപം തെളിയിച്ച് യജ്ഞാരംഭം കുറിച്ചു. യജ്ഞാചാര്യൻ ശ്രീ പെരുമ്പിള്ളിശ്ശേരി നാരായണൻദാസ് നമ്പൂതിരിപ്പാടിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആചാര്യവരണം നടത്തി. തുടർന്ന് മഹാത്മ്യ പാരായണം നടത്തി. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 17-ന് അവസാനിക്കും.
ജവഹർ ബാലവിഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക മാതൃദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് അനുമോദന സദസ്സും ഒരുക്കിയിരുന്നു. മാപ്രാണം കിക്ക് ഷാക്ക് സ്പോർട്സ് അരീനയിൽ നടന്ന അനുമോദന സദസ്സ് നിയുക്ത MLA തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. അമ്മമാരായ കല്യാണി ടീച്ചർ, തങ്കം ബാലകൃഷ്ണൻ, ചന്ദ്രിക രാജൻ, റസിയ എന്നിവരെ നിയുക്ത MLA തോമസ് ഉണ്ണിയാടൻ ചടങ്ങിൽ ആദരിച്ചു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഫിലോസഫിയിൽ 2ാം റാങ്ക് നേടിയ PR അശ്വതി ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങി. ജവഹർ ബാലവിഹാർ സംസ്ഥാന പ്രസിഡന്റ് PB സത്യൻ അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ CC ഷിബിൻ, ജില്ലാ പ്രസിഡന്റ് ആൻഡോ തൊറയൻ, സുനിൽകുമാർ, KB രതീഷ്, ഫിഡൽ ബാബു, CV വൈഷ്ണവ്, അഭിൽ, സജിത രമേശ് എന്നിവർ സംസാരിച്ചു. പള്ളിപ്പറമ്പിൽ കുടുംബ കൂട്ടായ്മ പ്രഥമ കുടുംബ സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. കാക്കാതുരുത്തി സീഷോർ എക്കോ പാർക്കിലായിരുന്നു കുടുംബസംഗമം. ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. PK മുഹമ്മദ് അലി ഹാജി അധ്യക്ഷനായി. കൂട്ടായ്മ ജനറൽ സെക്രട്ടറി PB ബദറുദ്ദീൻ, PA മൊയ്തു, PA മുഹമ്മദ്, PA അബ്ബാസ്, PA ജമാൽ, PB ഷിഹാബ് എന്നിവർ സംസാരിച്ചു. കുടുംബ കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളായ ഫാത്തിമ ബീവി, അബ്ദുൽ ഖാദർ, PA മൊയ്തു, റുഖിയ ബീരാൻ, സഫിയ ബാപ്പു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടിയ പള്ളിപ്പറമ്പിൽ കുടുംബാംഗം റയാൻ മജീദ്, ആത്മീയ വിദ്യാഭ്യാസത്തിൽ നിസാമി അൽ ഫാറൂഖി വിജയം നേടിയ മുഹമ്മദ് ഷബിൻ, മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മിൻഹ ഫാത്തിമ, ആസിഫ് അസ്ലം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പള്ളിപ്പറമ്പിൽ ഫാമിലിയെ സംബന്ധിച്ച് ഹ്രസ്വമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലിക്കാർ ഇവിടെ സംസാരിക്കുന്നത് വളരെ കൗതുകത്തോടുകൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായി. എനിക്ക് തോന്നുന്നത് കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ അടിവേരുകളെ സംബന്ധിച്ച്, ആ വംശാവലിയെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് സംസാരിക്കാൻ ചാമക്കാലയിൽ തന്നെ അതിപ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദൊക്കെയാണ് എന്ന് എപ്പോഴും ഞാൻ പലരോടും പറയാറുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് ഖാൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ കുടുംബത്തിൽ സുൽഫി എങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് ബന്ധം? ഉദാഹരണം ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നജീബിൽ ഈ കുടുംബത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ? അല്ലെങ്കിൽ ഞാൻ PB അഷ്റഫിൻ്റെ മരണപ്പെട്ടു പോയ ഉപ്പ അബ്ദുൽ ഖാദർ സാഹിബ് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരെ സംബന്ധിച്ച് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ആ വംശാവലി കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ, കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അതിസാമർഥ്യമുള്ള പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട നമ്മുടെ മുഹമ്മദ്. കൊരട്ടി മാമ്പ്രയിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. മാമ്പ്രയിലെ കിടക്ക നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. കൊരട്ടി മാമ്പ്രയിൽ പ്രവർത്തിക്കുന്ന ലാമിയർ എന്ന കിടക്ക നിർമ്മാണശാലയ്ക്കാണ് തീ പിടിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. കിടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച വിവരം പ്രദേശവാസികളാണ് ആദ്യം അറിയുന്നത്. രാവിലെ കിടക്ക നിർമ്മാണശാലയിൽ നിന്ന് വൻതോതിൽ തീയും പുകയും ഉയർന്നതോടെയാണ് തീപിടുത്ത വിവരം പുറത്തറിയുന്നത്. മാമ്പ്ര സ്വദേശിയായ അമീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലാമിയർ കിടക്ക നിർമ്മാണ സ്ഥാപനം. വിവരമറിഞ്ഞ് ചാലക്കുടി, മാള, അങ്കമാലി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് തീയണയ്ക്കാൻ ശ്രമം തുടങ്ങി. തുടർന്ന് ഏറെ പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘത്തിന് തീയണയ്ക്കാനായത്. തീപിടുത്തത്തിൽ സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഉപേക്ഷിക്കപ്പെട്ട പഴയ ആഡംബര കാർ ഉടമയെയും കാത്ത് പെരുവഴിയിൽ. ആഡംബര തികവിൽ തിളങ്ങിയിരുന്ന ബെൻസ് കാറാണ് ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിൽ നാശത്തിന്റെ വക്കിലായത്.
നിയുക്ത MLA കെ രാജന് സ്വീകരണമൊരുക്കി ഒല്ലൂർ പ്രസ് ക്ലബ്ബ്. 3ാം തവണയും മണ്ഡലത്തിൽ വിജയിച്ച കെ രാജനെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രസ് ക്ലബ്ബ് നൽകിയത്. അമ്മാടം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 1999-2000 വർഷത്തെ SSLC ബാച്ചിന്റെ പുനഃസമാഗമം നടന്നു. വിവിധ രംഗങ്ങളിൽ ഉന്നത പദവിയിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.